ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് അജിൻ ഷാ, എന്റെ കസിനാണ്. മച്ച 5.5 വർഷങ്ങൾക്ക് ശേഷമാണ് ദുബായിൽ നിന്ന് നാട്ടിലെത്തിയിരിക്കുന്നത്. അപ്പൊ ഇതുവരെ എന്റെ യൂട്യൂബ് വീഡിയോയിൽ ആളെ കാണിച്ചിട്ടില്ല. കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഏറ്റവും അവസാനം ഒന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാൻ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആളെ നമുക്കിപ്പോ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ മച്ചമായിട്ട് കുറച്ച് ഫൺ ചാറ്റാണ് നടത്താൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം മറ്റാളത് ഈ 5.5 വർഷങ്ങൾക്ക് ശേഷം നാട്ടിലോട്ട് വന്നത്. അപ്പൊ നാട് എങ്ങനെ ഉണ്ട്? വീട്ടുകാര് മാത്രം മാറിയില്ല, നാടും റോഡും എല്ലാം മാറി, നല്ല മാറ്റമുണ്ട് അല്ലേ? അപ്പൊ ഈ 5.5 വർഷം നിന്നപ്പം ദുബായ് എങ്ങനെ ഉണ്ട്? ദുബൈയില് 5.5 11 മാറാറൊന്നുമില്ല. എന്നാലും 5.5 വർഷം നിന്നപ്പോ എന്ത് തോന്നി? അവിടുത്തെ ലൈഫ് സ്റ്റൈലായി, ഇവിടുത്തെ ഫുഡ് എല്ലാം ചേഞ്ചായി. അവിടുത്തെ ലൈഫ് സ്റ്റൈലായി, അവിടുത്തെ നെസിറ്റി എല്ലാം അവിടുത്തെ ആയി, രീതികളെല്ലാം. നാട് മിസ് ചെയ്തായിരുന്നു അവിടെ നിന്ന്? ഒരുപാട് വീട്ടുകാരെ കൂടുതൽ മിസ് ചെയ്തു. പിന്നെ ഈ നമ്മളെ നാടും ദുബായും കൂടെ കമ്പയർ ചെയ്യുമ്പോ എങ്ങനെയുണ്ട്? എല്ലാം വ്യത്യാസമുണ്ടോ? ഒരുപാട് വ്യത്യാസമുണ്ട്. ഇവിടെ റൂൾസ് ഇല്ല, അവിടെ റൂൾസ് കൂടുതലാണ്. ടൈമിങ്ങിലായാലും അങ്ങനെ തന്നെ. പിന്നെ ഉറക്കമില്ലാത്ത രാത്രിയുള്ള അവിടെ വീക്കെൻഡ് നോക്കി. ഇവിടെ നേരെ തിരിച്ചാണ്. അവിടെ നൈറ്റ് ലൈഫാണ്. അതെ, നൈറ്റ് ലൈഫാണ്. ഇവിടെ എല്ലാം നമ്മള് ഡേ ആണ്. ഡേയിലാണ്. ഇവിടെ പിന്നെ 8 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങില്ല. പിന്നെ ഡ്രൈവിംഗ് ബുദ്ധിമുട്ടായിട്ട് തോന്നിയാ? ഈ സൈഡൊക്കെ മാറിപ്പോണം. ഒരുപാട് ഡിഫിക്കൽട്ട്. അത് എല്ലാ ഗൾഫുകാരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഡ്രൈവ് ചെയ്യുമ്പോൾ. ആദ്യം കുറച്ച് സൈഡ് മാറുന്നതൊക്കെ. അത് മറ്റാൾക്ക് 5 വർഷമാകുമ്പോ നല്ല ഡിഫിക്കൽട്ടായിട്ട് തോന്നും. ഒരാഴ്ച വേറെ ആളെ കൊണ്ടാണ് വണ്ടി ഓടിയത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെറുതായിട്ട് വണ്ടി എടുത്ത് തുടങ്ങിയത്. പിന്നെ ഇപ്പം മറ്റേ ഈ 5.5 വർഷം നിന്നില്ലേ, അപ്പൊ ഈ റിലേറ്റീവ്സ് കൂടുതൽ അവിടെ ഉള്ളത് കൊണ്ട് അതൊരു ബെനിഫിറ്റ് ആയിട്ട് തോന്നിയോ? അതുകൊണ്ട് കുറച്ച് മിസ്സിങ് കുറഞ്ഞായിട്ട് തോന്നിയോ? അഡ്ജസ്റ്റ് ചെയ്ത് പോവായിരുന്നു. എന്നാലും വീട്ടുകാർ മിസ്സായിരുന്നു. ഏറ്റവും കൂടുതൽ മിസ് ചെയ്താരാ? മാമിയാണ്. ഉമ്മ ഉറപ്പ. വീഡിയോ കോൾ വിളിക്കുമ്പോ അതിന്റെ ഒരു സന്തോഷം അടിപൊളിയാണ്. പിന്നെ മാമ ഇടയ്ക്ക് അവിടെ വന്നോണ്ട് അല്ലേ? വന്നുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. കുറച്ച് 3 മാസം കൊണ്ടുണ്ടായിരുന്നല്ലേ? 2 മാസം. പിന്നെ അപ്പൊ ഞാൻ ഇനി കുറച്ച് പ്ലേസസ് ചോദിക്കാം. അപ്പൊ എനിക്ക് അതിനെ പറ്റി അറിയത്തില്ല. അപ്പൊ ആ പ്ലേസസ് ദുബായിലുള്ള കുറച്ച് ഞാൻ കേട്ടിട്ടുള്ള കുറച്ച് ഫേമസ് ആയ പ്ലേസസ്. അപ്പൊ ആ പ്ലേസസിനെ പറ്റി ഇത്തിരി എന്തെങ്കിലും പറയണോ അതിനെ പറ്റി? ആദ്യം സ്വന്തം വീട്ടിൽ പോകാനുള്ള വഴി റൂമില് അവിടെ റൂമല്ലേ? അപ്പൊ ആദ്യത്തെ സ്ഥലം അതെല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ് ബുർജ് ഖലീഫ. ബുർജ് ഖലീഫയെ പറ്റി പറഞ്ഞാണ്. ബുർജ് ഖലീഫയെ പറ്റി പറയണമെങ്കിൽ കുറെ തവണ പോയിട്ടുണ്ട്. അതിന്റെ അടുത്ത് തന്നെയാണ് ഓഫീസ് കൂടുതലും. എപ്പോഴും പോകുന്ന ആ വഴിയാണ്. എപ്പോഴും കണ്ടുകൊണ്ട് മടുത്ത്. അകത്ത് കയറിയിട്ടുണ്ടോ? ഇല്ല, അകത്ത് കയറാനുള്ള വഴി കിട്ടിയിട്ട് അതിന്റെ എൻട്രൻസിന്റെ സ്റ്റെപ്പിൽ പോയി തൊട്ട് വീട്ട് വന്നിട്ടുണ്ട്. ഉള്ളിലോട്ട് കയറ്റിവിട്ടില്ല. അത് നിങ്ങൾ ഒരു ദിവസം ഗ്രൂപ്പിൽ അങ്ങോട്ട് വീഡിയോ ഇട്ടെന്ന് തോന്നുന്നു. ബുർജ് ഖലീഫയുടെ അച്ചായും അച്ചായും കൂടെ അതിന്റെ ഒരു വ്യൂ ഉണ്ട്, ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ കാണാം. അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ന്യൂ ഇയറിനും ഒക്കെ ഇങ്ങനെ ലൈറ്റ് ഷോ ഒക്കെ പോയി കാണൂല്ലേ? അത് നമ്മളെ കൊച്ചാപ്പയുടെ കൂടെ തന്നെ പോകുന്നത്. നമ്മളെ ഹുസൈൻ കൊച്ചാപ്പന്റെ കൂടെ. കൊച്ചാമ്മയുടെ വീഡിയോ ഒക്കെ ഞാൻ ഹലീമയുടെ കല്യാണത്തിനൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ വേറൊരു ഇതുണ്ടല്ലോ, മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ ഓഫ് ദ മ്യൂസിയം. അവിടെ പോയിട്ടുണ്ട്. അത് പുറത്തുനിന്ന് കാണാവുന്നതേ ഉള്ളൂ. തുറന്ന് ഓപ്പൺ ആക്കുന്നതും പിന്നെ ഇനി വരാൻ പോണ ഫ്യൂച്ചർ ലൈഫിൽ എന്താണ് സംഭവം എന്നുള്ളതും. അകത്ത് കയറിയിട്ടുണ്ട്? ഇല്ല, അകത്ത് റിസപ്ഷനിൽ കയറിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ഇതുണ്ടല്ലേ, ഫീസ് ഉണ്ടെന്നോ കയറാൻ? അവിടെ എല്ലാത്തിനും ഫീസാണ്. പിന്നെന്തോ പിന്നെ എനിക്ക് അറിയാവുന്ന മറ്റേ ഒരു മോസ്ക് ഉണ്ടല്ലോ അബുദാബിയിലെ, ഗ്രാൻഡ് മോസ്ക്. ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ പള്ളി. അതെങ്ങനെയുണ്ട്? ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക്. അത് അടിപൊളിയാണ്. അവിടെ ഒരു മക്ബറ ഉണ്ട്. ഷെയ്ഖ് സായിദ് തങ്ങളുടെ മക്ബറ അവിടെയാണ്. 24 hours മോദൽ നടക്കുന്ന ഒരു പള്ളിയാണ്. ഒരുപാട് വിസിറ്റേഴ്സ് വരുന്നുണ്ട്, ഹിന്ദുക്കൾ സഹിതം അന്യമതക്കാർ വരെ വരുന്ന ഒരു സ്ഥലമാണ്. നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ്. ഈ അബുദാബി പോണ എല്ലാരും അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് ഇടാറുണ്ട്. പിന്നെ മറ്റേ റാംജുമേറ യൂറോപ്യൻസ് റഷ്യൻസിന്റെ കേന്ദ്രം. അമ്പലച്ചുണ്ടുകൾ പോലുള്ള ബിൽഡിങ്ങുകളാണ്. കറങ്ങുന്ന ബിൽഡിങ്ങുകൾ, ലൈറ്റ് ഇടുന്ന ബിൽഡിങ്, പിന്നെ പല പല ഷേപ്പിലുള്ള ബിൽഡിങ്. വ്യൂ പോയിന്റ് ഇഷ്ടംപോലുള്ളതാണ്. നൈറ്റ് ലൈഫാണ് കൂടുതൽ. പിന്നെ ഒരു സ്ഥലമാണ് കേട്ടോ. അതായത് എനിക്ക് 5 വയസ്സുള്ളപ്പോ തൊട്ട് ഞാൻ കേൾക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ആ സ്ഥലത്തെ കുറിച്ചുള്ള ഷാർജ, യസീനാമി പോയപ്പോ തൊട്ട് ഞാൻ കേൾക്കുന്ന ഒരു സ്ഥലമാണ് ഷാർജ. അപ്പൊ ഷാർജ എന്ന് പറഞ്ഞാല് ഡീറ്റെയിൽ ആയിട്ടൊന്ന്. ഷാർജ എന്ന് പറഞ്ഞാൽ കൂടുതലും ഫാമിലീസ് ഏരിയ ആണ്. മലയാളികൾ തന്നെ കൂടുതലുള്ളത്.
പിന്നെ അവിടെ പ്രത്യേകിച്ച് കാണാൻ കുറച്ച് അക്വേറിയങ്ങളും പിന്നെ അതൊരു ബീച്ച് ഏരിയയാണ്. ബീച്ച് ഏരിയയാണ്, കോർണിഷ് ഏരിയകളാണ്. വലിയ ഡെവലപ്മെന്റ് ഒന്നും അല്ല, എങ്കിലും നല്ല സ്ഥലമാണ്, ജീവിക്കാൻ പറ്റിയ സ്ഥലമാണ്. റെന്റ് കുറവാണ്, റൂമിൽ റെസിഡൻസിൽ, അതായത് ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റിയ സ്ഥലമാണ്. നമ്മളെ ഇവിടെ ഉള്ള ഒരുപാട് പേര് അവിടെയാണുള്ളത്. മിനി ചോഴിക്കോടാണ് പറയുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ പറയണം. ആദ്യം പോയത് ഷാർജയിലാണ്. ആദ്യം പോയത് ഷാർജയിലാണ്. അവിടെ നിന്നാണ് എന്റെ തുടക്കങ്ങൾ. ടോട്ടൽ 11 കൊല്ലായി. ആദ്യം അവിടെ പോയത് ലൈസൻസ് കയ്യിൽ കിട്ടി. അവിടെ നിന്ന് മാറി ഓരോരോ വെച്ചൊരു കയറ്റം പോലെ കയറി പോയി. ഇപ്പൊ ദുബായ് എന്ന് പറയുന്ന ആ ഒരു നമ്മളെ കൈവെള്ളയിലായി. എല്ലാം അറിയാം. എല്ലാം അറിയാന്ന് പറഞ്ഞാൽ റോഡ് ഫുൾ അറിയാം. അറബ് പഠിച്ചു, ഹിന്ദി പഠിച്ചു, മലയാളം തന്നെ ശരിക്കും പഠിച്ചില്ല. അറബ് ബേ കൊച്ചു പോലും എന്ന് പറഞ്ഞ ഹിന്ദിയല്ലേ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മാഫി മുഷ്കിൽ, മാഫി ഫുലുസ്, മാഫി. എനിക്കറിയാവുന്ന ഒരു അറബ് പറയുന്ന അൽഹംദുലില്ലാ. സുഖം തന്നെയാണോ? അൽഹംദുലില്ലാ. പിന്നെ കരാമ മച്ച എപ്പോഴും സ്റ്റാറ്റസ് ഇടുന്ന ഒരു സ്ഥലമാണ് കരാമ. കരാമ എന്ന് പറഞ്ഞാല് എന്തുവാ, ഒരു കഴക്കൂട്ടം പോലെ തിരുവനന്തപുരത്ത്. കഴക്കൂട്ടല്ല, മലയാളി, കേരളം, ചെറിയൊരു കേരളം. ചോട്ടാ മലബാരീസ് എന്ന് പറയുന്നത് കേരളം തന്നെ, ഫുള്ള് മലയാളി. ഉറങ്ങാത്ത രാത്രി എന്ന് പറയുന്നത് ഫുള്ള് റെസ്റ്റോറന്റ്, ഹോട്ടല്, പിന്നെ പാർക്സ്, പിന്നെ എല്ലാം ഉണ്ട് അവിടെ. നമ്മളെ ദിലീപിന്റെ ദേഹപ്പുട്ട് അവിടെയാണ്. പിന്നെ എരഞ്ഞോളി മൂസാക്ക, നമ്മൾ മരിച്ച ഗായകൻ എരഞ്ഞോളി മൂസാക്കാരുടെ ചായക്കട അവിടെയാണ്. പിന്നെ പൊന്നാക്കാരന്റെ കട, അങ്ങനെ കുറെ ഉണ്ട്. പിന്നെ നമ്മളെ കുറെ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം അവിടെ കൂടെ, യൂട്യൂബേഴ്സും എല്ലാം. പിന്നെ മലയാളീസ് തന്നെ കൂടുതലും. ഉറങ്ങാത്ത രാത്രി, വീക്കെൻഡിനൊക്കെ അവിടെ വരും, ഉറക്കമില്ല. അരമന മുട്ട്, ദഫ് മുട്ടുമായിട്ട് പാട്ടും പാടി എല്ലാവരും കൂടും. മലബാറിന്റെ സ്റ്റൈല് തന്നെ കരാമ എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ വേറെ ജില്ലയിലുള്ള ആൾക്കാരൊക്കെ മറ്റവിടെ കുറെ പരിചയപ്പെട്ടല്ല. അപ്പൊ ഈ പൊതുവേ ഈ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നതാണ് നമ്മൾ കൊല്ലക്കാരെ പറ്റി ഇതായിട്ടാണ് അവരൊക്കെ സംസാരിക്കുന്നത്. കൊല്ലക്കാര് ഭയങ്കര സെൽഫിഷാണ്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പൊ മച്ചാക്കവിടെ വന്നപ്പോ ഈ വേറെ ജില്ലക്കാരെ പറ്റി അവര് പരിചയപ്പെടുന്ന ടൈമില്, അതായത് വടക്കൻ നാട്ടുകാർ നമ്മളെ തെക്കന്മാരെ പരിചയപ്പെടുന്ന സമയത്ത് അവര് പറഞ്ഞ ഡയലോഗ് എന്ന് പറഞ്ഞാല്, അതായത് അവര് പരിചയം സ്റ്റാർട്ടാവുന്ന ടൈമിൽ പറയുന്ന പറഞ്ഞാൽ, തെക്കനെയും മൂർഖനെയും കണ്ടു കഴിഞ്ഞാൽ തെക്കൻ ആദ്യം അടിച്ചൊല്ലണം, എന്നിട്ട് മൂർഖനെ കൊല്ലാവുന്ന പറയുന്നത്. പക്ഷെ അവര് നമ്മളായിട്ട് സഹകരിച്ച് ഒരു റിലേഷൻ സ്റ്റാർട്ടായതിനു ശേഷം അവർക്ക് നമ്മളെ ഭയങ്കര കാര്യമുണ്ട്. അവിടെ എല്ലാ ഫംഗ്ഷനും, എല്ലാ പരിപാടിക്കും നമ്മളെ വിളിക്കും. അതൊരു ഫാമിലി ആയിട്ടാണ്. ഇൻഡോർ ആയാലും ഔട്ട്ഡോർ ആയാലും എന്തോ പ്രോഗ്രാം ആയാലും നമ്മളെ കൂടെ കൂട്ടും. അവർക്ക് ഭയങ്കര കാര്യമാണ് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ. ആദ്യം വന്ന ആദ്യത്തെ 2-ാമത്തെ ദിവസമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ സ്ലാങ് ഭയങ്കര മലബാറി അങ്ങനത്തെ സ്ലാങ് ആയിരുന്നു. നമ്മളെല്ലാരും കസിൻസ് എല്ലാരും പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പൊ കറക്റ്റ് നമ്മളെ ചോഴിക്കോട് ഭാഷയായി, തിരുവനന്തപുരത്തിന്റെ അതിർത്തി നിൽക്കുന്ന നമുക്ക് രണ്ടിത് വരും. ചിലപ്പോ നമ്മൾ ചിലപ്പോ എന്തരെന്നും പറയും, ചിലപ്പോ നമ്മൾ എന്തുവാന്നും പറയും. മിക്സ് ചെയ്താണ് നമ്മളെ സംസാരം. പിന്നെ പിന്നെ നമ്മള് എല്ലാ പ്രവാസികളും പറയുന്ന ഒരു കാര്യമാണ് ഈ സെലിബ്രേഷൻ മിസ് ചെയ്യുന്നു. പെരുന്നാള്, ഓണം, അതൊക്കെ. ചിലര് പറയും നമ്മൾ നാട്ടിലുള്ളതിനെക്കാട്ടി കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് അവിടെ നിൽക്കുമ്പോഴാണ് അതിന്റെ വിലയൊക്കെ അറിയുന്നത്. വില അറിയണമെന്ന് പറഞ്ഞാല് നാട്ടിലെ പെരുന്നാള്, നബിദിനം, പിന്നെ ഓണം, ക്രിസ്മസ്, റാസ, അങ്ങനെയുള്ള ഓരോ പരിപാടികൾ, ഈസ്റ്റർ, അങ്ങനെയുള്ള പരിപാടികളെന്ന് പറയണമെങ്കിൽ എല്ലാരും കാണും. അപ്പൊ എല്ലാരും കാണുമെന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്ക് ജോലിക്ക് പോകണ്ട. ജോലിക്ക് പോയി കഴിഞ്ഞാൽ നാളെ പെരുന്നാളാണ്, അല്ലെങ്കിൽ നാളെ കല്യാണമാണെന്ന് പറഞ്ഞ് ലീവ് എടുക്കാൻ പറ്റും. ഗൾഫിൽ നിന്ന് ഡ്യൂട്ടി ആയിരിക്കും. വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ 2 ദിവസമായിരിക്കും. ഷാർജക്കാർക്ക് വെള്ളി, ശനി, ഞായർ വരും. ബാക്കി എല്ലാ എമിറാത്തിനും ശനി, ഞായറുമാണ് വീക്കെൻഡ്. അപ്പൊ അതിന് കൂടുതൽ എൻജോയ് ചെയ്യാൻ നോക്കും. പിന്നെ പെരുന്നാളെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കുടുംബക്കാരുണ്ടെങ്കിൽ എല്ലാവരും കൂടി ആ വീട്ടിൽ ഒത്തുകൂടും. എന്നിട്ട് പള്ളിയിൽ പോയതിനു ശേഷം അവിടെ വെളുപ്പിന് നമസ്കാരം 6 മണിക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് നമ്മളെ ബന്ധുക്കാരായ കൊച്ചാപ്പാരെ വീട്ടിൽ തന്നെ പോകുന്നു. പിന്നെ അവിടെ നമുക്ക് ഒരട്ടി ഉണ്ടാക്കാം, എല്ലാവരും ചേർന്ന് ഒരട്ടി ഉണ്ടാക്കും. പിന്നെ ഒരു 10 മണി കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യും ബിരിയാണിക്കുള്ള ഐറ്റംസ്. അപ്പൊ ഓരോരുത്തർ ഓരോ ജോലി, ഒരാൾ കോഴി കഴിയും, ഒരാൾ കോഴി വെട്ടും, ഒരാൾ സവാള അരി, അങ്ങനെ ഓരോരുത്തർ. പിന്നെ അതൊരു സന്തോഷം. നമ്മള് മാപ്പിളപ്പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളി, അങ്ങനെ ഒരു ഫുഡ് കഴിക്കാനായിട്ട് വന്നാ മതി. കുക്കിംഗ് പഠിച്ചില്ലേ? കുക്കിംഗ് അനുഭവം കൊണ്ട് പഠിച്ചു പോകണം, അല്ല ഗതികേട് കൊണ്ട് പഠിച്ചു പോകണം കുക്കിംഗ്. പിന്നെ അപ്പൊ മച്ച പോയതിനു ശേഷം ഇവൾ ഉൾപ്പെടെ കുറെ കുട്ടികൾ നമ്മളെ കുടുംബത്തുണ്ടായി. അപ്പൊ അവരെല്ലാരും മച്ച മിസ് ചെയ്ത് ആദ്യമായിട്ടാണ് കാണുന്നത് 5 വർഷത്തിന്. അതിന്റെ കൂടെ പറയുകയാണെങ്കിൽ ഒരു 5-6 മരണം നടന്നു ഞാൻ പോയതിനു ശേഷം. പിന്നെ ഒരു 4-5 കുട്ടികൾ വന്ന് നമ്മളെ കുടുംബത്ത് ന്യൂ മെമ്പർ ഓഫ് ഫാമിലി എന്ന് പറയുന്നത്
നാല് കല്യാണം നടന്നു. അതിനകത്ത് എന്റെ സ്വന്തം പെങ്ങൾ ഉൾപ്പെടെ ഉള്ളവരെ കല്യാണം കഴിഞ്ഞു. ഇല്ല, ഒന്നിനും പങ്കെടുക്കാൻ പറ്റിയില്ല. എല്ലാം വീഡിയോ കോള്, വാട്സാപ്പ്, ഫോട്ടോസ് അതൊക്കെ തന്നെ മാറ്റം. എല്ലാ കല്യാണ വീഡിയോയിലും മറ്റുണ്ട് കേട്ടോ വീഡിയോ കോൾ. എല്ലാത്തിലും വീഡിയോ കോളായിട്ട് ഞാൻ ഉണ്ട്. ഗൾഫിൽ ഇരുന്നിട്ടുള്ള. അപ്പൊ ഇവരെയൊക്കെ മറ്റേ വീഡിയോ കോൾ കണ്ടിട്ട് അപ്പൊ മറ്റേ ചെറിയ പാവം ക്യൂട്ട് കുട്ടികളും ഇവിടെ വന്ന് കൂടെ സഹവസിച്ചു മച്ചാക്ക് എന്ത് തോന്നിട്ടൊക്കെ അത് പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാത്തിന്റെ ബാക്കിയായിട്ടാണല്ലോ വരുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മുടെ എല്ലാ സ്വഭാവങ്ങളും കയ്യിലുണ്ട്. ഇപ്പൊ തന്നെ കണ്ടില്ലേ വീഡിയോ തുടങ്ങിയപ്പോ തൊട്ട് വാച്ചും കൊണ്ട് നിൽക്കാൻ തുടങ്ങിയത്. സ്മാർട്ട് ആണല്ലോ അവര്. നമ്മളെ കുട്ടിക്കാലത്തെക്കാട്ടി ഇവര് ഭയങ്കര ഇതാണ്. എല്ലാ കാര്യം അവര് സ്വയം ചെയ്യും. നമ്മളിങ്ങനെ എല്ലാത്തിനും ഉമ്മായൊക്കെ വിളിക്കും. ഇവരെല്ലാം വേണ്ടതെല്ലാം അവരെല്ലാ കാര്യം ചെയ്യും. അപ്പോൾ ഈ ചാറ്റിൻ്റെ പാർട്ട് 2 വീഡിയോ ഞാൻ ഇടുന്നതാണ്. നിങ്ങൾക്കപ്പം ഇതുവരെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.